ഏഷ്യയിൽ നിന്നും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുമുള്ള ലക്ഷക്കണക്കിന് പ്രവാസികളുടെ തൊഴിൽ കേന്ദ്രമാണ് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്. രാജ്യത്തെ സ്വകാര്യ മേഖലയിൽ തൊഴിലെടുക്കുന്ന ഓരോ വ്യക്തിക്കും തങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ചും കടമകളെക്കുറിച്ചും വ്യക്തമായ ധാരണയുണ്ടായിരിക്കുക എന്നത് അത്യന്താപേക്ഷിതമാണ്. യുഎഇയിൽ തൊഴിൽ ബന്ധങ്ങളിൽ പ്രധാനമായും നിയന്ത്രിക്കപ്പെടുന്നത് 2021 33 നമ്പർ ഫെഡറൽ ഡിഗ്രി നിയമത്തിലൂടെയാണ്. തൊഴിലുടമകളുടെയും തൊഴിലാളികളുടെയും പരസ്പര താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിനും ആധുനിക ആഗോള തൊഴിൽ വിപണിക്ക് അനുയോജ്യമായ അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിനുമായി മുൻപുണ്ടായിരുന്ന 1980 പഴയ നിയമം പരിഷ്കരിച്ചാണ് ഈ പുതിയ നിയമം നടപ്പിലാക്കിയത്. മുൻപുണ്ടായിരുന്ന അൺലിമിറ്റഡ് കോൺട്രാക്ട് വ്യവസ്ഥ പൂർണ്ണമായും ഒഴിവാക്കി നിശ്ചിത കാലാവധിയുള്ള തൊഴിൽ കരാറുകൾ നിർബന്ധിതമാക്കിയതും ഇതിന്റെ ഭാഗമായാണ്. മാനവ വിഭവശേഷി സ്വദേശിവൽക്കരണ മന്ത്രാലയത്തിന്റെ മേൽനോട്ടത്തിൽ നടപ്പിലാക്കുന്ന ഈ നിയമനിർദ്ദേശങ്ങൾ പാലിക്കാൻ സ്വകാര്യ മേഖലയിലെ എല്ലാ സ്ഥാപനങ്ങളും ബാധ്യസ്ഥരാണ്. ഒരു സ്ഥാപനത്തിൽ ജോലിയിൽ പ്രവേശിക്കുന്നതിന് മുൻപ് തന്നെ തൊഴിൽ ബന്ധത്തിന്റെ സുതാര്യത ഉറപ്പാക്കാൻ നിയമം വ്യക്തമായ നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട്. തൊഴിലുടമ നൽകുന്ന ജോബ് ഓഫർ ലെറ്റർ അല്ലെങ്കിൽ തൊഴിൽ വാഗ്ദാന പത്രം മന്ത്രാലയം അംഗീകരിച്ച മാതൃകയിലുള്ളതായിരിക്കണം. ഇതിലടങ്ങിയിരിക്കുന്ന ബാർകോഡ് വഴി തൊഴിൽ വാഗ്ദാനത്തിന്റെ സാധുത ജീവനക്കാർക്ക് നേരിട്ട് പരിശോധിക്കാവുന്നതാണ്. നിയമപ്രകാരം തൊഴിലുടമയും ജീവനക്കാരനും കരാറിൽ ഒപ്പുവെച്ച് കഴിഞ്ഞാൽ തൊഴിലാളിയുടെ അനുമതിയില്ലാതെ ഓഫർ ലെറ്ററിലെ നിബന്ധനകളിൽ ഒരു മാറ്റവും വരുത്താൻ മാനേജ്മെന്റിന് അധികാരമില്ല. കൂടാതെ തൊഴിൽ നിയമം നൽകുന്ന കുറഞ്ഞ ആനുകൂല്യങ്ങളെക്കാൾ കുറഞ്ഞ വ്യവസ്ഥകൾ കരാറിൽ ഉൾപ്പെടുത്തിയാൽ അത്തരം വകുപ്പുകൾ നിയമപരമായി അസാധുവാകും. ജോലി സംബന്ധമായ അന്വേഷണങ്ങൾക്കോ സംശയങ്ങൾക്കോ മന്ത്രാലയത്തിന്റെ 600-5900 എന്ന ഹെൽപ്പ് ലൈൻ നമ്പറിലൂടെ ബന്ധപ്പെടാവുന്നതാണ്. യുഎഇയിലെ സ്വകാര്യ മേഖലയിലെ സാധാരണ ജോലി സമയം പ്രതിദിനം 8 മണിക്കൂർ അഥവാ ആഴ്ചയിൽ പരമാവധി 48 മണിക്കൂറായി പരിമിതപ്പെടുത്തിയിരിക്കുന്നു. യാത്രാ സമയം ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. എന്നാൽ വിശുദ്ധ റമദാൻ മാസങ്ങളിൽ നോമ്പെടുക്കുന്നവർക്കും അല്ലാത്തവർക്കും ഒരുപോലെ ഉപകാരപ്രദമാകുന്ന രീതിയിൽ പ്രതിദിന ജോലി സമയത്തിൽ 2 മണിക്കൂർ കുറവ് വരുത്താൻ നിയമം അനുശാസിക്കുന്നുണ്ട്. ജീവനക്കാരുടെ ആരോഗ്യ സംരക്ഷണം മുൻനിർത്തി തുടർച്ചയായ 5 മണിക്കൂർ ജോലിക്ക് ശേഷം കുറഞ്ഞത് 1 മണിക്കൂർ വിശ്രമവേള നൽകേണ്ടതുണ്ട്. ഷിഫ്റ്റ് സമ്പ്രദായത്തിൽ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളിൽ തൊഴിലിന്റെ സ്വഭാവമനുസരിച്ച് സമയം പുനഃക്രമീകരിക്കാമെങ്കിലും ഓവർ ടൈം ജോലി പ്രതിദിനം പരമാവധി 2 മണിക്കൂറിൽ കൂടരുത്. അധികമായി ജോലി ചെയ്യുന്ന മണിക്കൂറുകൾക്ക് നിയമപ്രകാരമുള്ള ഓവർ ടൈം വേതനം ലഭിക്കാൻ ജീവനക്കാർക്ക് പൂർണ്ണ അവകാശവുമുണ്ട്. ജീവനക്കാരുടെ വ്യക്തിപരമായ ആവശ്യങ്ങൾക്കും കുടുംബപരമായ ബാധ്യതകൾക്കും പിന്തുണ നൽകുന്ന വിപുലമായ അവധി വ്യവസ്ഥകൾ പുതിയ നിയമത്തിലുണ്ട്. എല്ലാ ജീവനക്കാർക്കും ആഴ്ചയിൽ കുറഞ്ഞത് 1 ദിവസം വേതനത്തോടു കൂടിയ വിശ്രമ ദിനം ലഭിക്കാൻ അവകാശമുണ്ട്. കുടുംബാംഗങ്ങളുടെ വിയോഗമുണ്ടാകുമ്പോൾ ദുഃഖാചരണത്തിനായി പ്രത്യേക അവധി നൽകുന്നുണ്ട്. പങ്കാളിയുടെ മരണത്തിൽ 5 ദിവസവും അച്ഛൻ, അമ്മ, മക്കൾ, സഹോദരങ്ങൾ, ചെറുമക്കൾ, മുത്തച്ഛൻ, മുത്തച്ഛി എന്നിവരുടെ വേർപാടിന് 3 ദിവസവും വേതനത്തോടു കൂടിയ അവധിക്ക് അർഹതയുണ്ട്. അതുപോലെ കുട്ടിയുടെ ജനനവുമായി ബന്ധപ്പെട്ട് മാതാപിതാക്കളിൽ ആർക്കെങ്കിലും കുട്ടി ജനിച്ച തീയതി മുതൽ 6 മാസത്തിനുള്ളിൽ ഉപയോഗിക്കാവുന്ന 5 പ്രവൃത്തി ദിവസത്തെ മാതൃത്വ അല്ലെങ്കിൽ പിതൃത്വ അവധിയും നിയമം ഉറപ്പു നൽകുന്നുണ്ട്. ഇതിനു പുറമെ ജോലി നഷ്ടപ്പെടുന്ന ഘട്ടങ്ങളിൽ ജീവനക്കാർക്ക് സാമ്പത്തിക സംരക്ഷണം നൽകാനായി ILOE എന്ന പേരിൽ നിർബന്ധിത തൊഴിലില്ലായ്മ ഇൻഷുറൻസ് പദ്ധതിയും UAE നടപ്പിലാക്കിയിട്ടുണ്ട്. കൃത്യസമയത്ത് ശമ്പളം ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താൻ UAE സർക്കാർ നടപ്പിലാക്കിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സംവിധാനമാണ് വേജ് പ്രൊട്ടക്ഷൻ സിസ്റ്റം. ഈ ഇലക്ട്രോണിക് പണമടവ് സംവിധാനം വഴി എല്ലാ മാസവും കൃത്യം 1-ാം തീയതി തന്നെ ശമ്പളം ജീവനക്കാരുടെ ബാങ്ക് അക്കൗണ്ടുകളിലോ വാലറ്റുകളിലോ എത്തിയെന്ന് മന്ത്രാലയം നിരീക്ഷിക്കുന്നു. കൂടാതെ 1 വർഷം തുടർച്ചയായി സേവനം പൂർത്തിയാക്കുന്ന പ്രവാസി ജീവനക്കാർക്ക് സേവനാനന്തര ആനുകൂല്യമായ ഗ്രാറ്റുവിറ്റിക്ക് അർഹതയുണ്ട്. ആദ്യ 5 വർഷത്തെ സേവനത്തിന് ഓരോ വർഷവും 21 ദിവസത്തെ അടിസ്ഥാന ശമ്പളവും 5 വർഷത്തിന് ശേഷമുള്ള ഓരോ വർഷത്തിനും 30 ദിവസത്തെ അടിസ്ഥാന ശമ്പളവുമാണ് ഗ്രാറ്റുവിറ്റിയായി ലഭിക്കുന്നത്. പുതിയ നിയമപരിഷ്കാരം അനുസരിച്ച് ജീവനക്കാരൻ രാജിവെച്ച് പിരിഞ്ഞാലും പിരിച്ചുവിട്ടാലും ഗ്രാറ്റുവിറ്റി ആനുകൂല്യത്തിൽ കുറവുണ്ടാകില്ല എന്നത് ശ്രദ്ധേയമാണ്. പരമ്പരാഗത ഗ്രാറ്റുവിറ്റിക്ക് പകരമായി പ്രതിമാസ നിക്ഷേപ ഫണ്ടുകളിലേക്ക് പണം മാറ്റാവുന്ന ഇതര സേവനാനന്തര പദ്ധതികളും ഈ സമീപകാലത്ത് രാജ്യത്ത് അവതരിപ്പിച്ചിട്ടുണ്ട്. സുരക്ഷിതവും വിവേചനരഹിതവുമായ തൊഴിൽ അന്തരീക്ഷം ഉറപ്പുവരുത്താൻ തൊഴിലുടമകൾ ബാധ്യസ്ഥരാണ്. അപകടങ്ങളും ആരോഗ്യ പ്രശ്നങ്ങളും ഒഴിവാക്കാൻ ആവശ്യമായ സുരക്ഷാ മുൻകരുതലുകൾ സ്ഥാപനങ്ങളിൽ ഉണ്ടായിരിക്കണം. നിർബന്ധിത തൊഴിലെടുപ്പിക്കൽ, വംശീയമോ ലിംഗപരമോ ആയ വിവേചനങ്ങൾ, ഭീഷണികൾ, ലൈംഗിക അതിക്രമങ്ങൾ, മാനസിക അധിക്ഷേപങ്ങൾ എന്നിവ പൂർണ്ണമായും ശിക്ഷാർഹമായ കുറ്റകൃത്യങ്ങളാണ്. ഇതിനോടൊപ്പം തന്നെ ജീവനക്കാർക്കും കൃത്യമായ ചുമതലകളുണ്ട്. നിയമത്തിലെ ആർട്ടിക്കിൾ 16 പ്രകാരം കരാർ വ്യവസ്ഥയിലുള്ള ജോലികൾ കൃത്യതയോടെ ചെയ്യുക, സ്ഥാപനത്തിന്റെ രഹസ്യങ്ങൾ കാത്തുസൂക്ഷിക്കുക, ഉപകരണങ്ങൾ സുരക്ഷിതമായി കൈകാര്യം ചെയ്യുക, അനുമതിയില്ലാതെ മറ്റ് സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യാതിരിക്കുക എന്നിവ തൊഴിലാളിയുടെ കടമയാണ്. കൂടാതെ തൊഴിൽ ബന്ധം അവസാനിപ്പിച്ച് 30 ദിവസത്തിനുള്ളിൽ തൊഴിലുടമ നൽകിയിട്ടുള്ള താമസം ഒഴിഞ്ഞുകൊടുക്കാൻ ജീവനക്കാരൻ നിയമപരമായി ബാധ്യസ്ഥനാണ്. തൊഴിൽ സ്ഥലത്ത് എന്തെങ്കിലും തർക്കങ്ങളോ അവകാശ ലംഘനങ്ങളോ ഉണ്ടായാൽ ജീവനക്കാർക്ക് മന്ത്രാലയത്തിന്റെ ലേബർ ക്ലെയിംസ് ആൻഡ് അഡ്വൈസറി സെന്ററുമായി ബന്ധപ്പെടാവുന്നതാണ്. 8008-4 എന്ന ഹെൽപ്പ് ലൈൻ വഴി 1-ലധികം ഭാഷകളിൽ വിദഗ്ധോപദേശം ലഭ്യമാണ്. പ്രശ്നം നേരിട്ട് ചർച്ച ചെയ്ത് പരിഹരിക്കാൻ
പരിഹരിക്കാൻ സാധിക്കാത്ത പക്ഷം മന്ത്രാലയത്തിൽ ഔദ്യോഗികമായി പരാതി രജിസ്റ്റർ ചെയ്യാം. മന്ത്രാലയം സാധാരണയായി ഇത്തരം ലേബർ തർക്കങ്ങളിൽ പരാതി ലഭിച്ച് 14 ദിവസത്തിനകം മധ്യസ്ഥതയിലൂടെ പ്രശ്നപരിഹാരം കണ്ടെത്താൻ ശ്രമിക്കും. ഈ സമയപരിധിക്കുള്ളിൽ സമാധാനപരമായ പരിഹാരമുണ്ടായില്ലെങ്കിൽ കേസ് ഔദ്യോഗികമായി ലേബർ കോടതിയിലേക്ക് കൈമാറുന്നതാണ്. രാജ്യത്തെ തൊഴിൽ നിയമങ്ങളെക്കുറിച്ചുള്ള കൃത്യമായ അറിവ് ഓരോ ജീവനക്കാരനെയും ചൂഷണങ്ങളിൽ നിന്ന് സംരക്ഷിക്കുകയും സുരക്ഷിതമായ തൊഴിൽ ഭാവി ഉറപ്പാക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.